വിശുദ്ധ യൂസേബിയൂസ് വെർസെല്ലി 4-ാം നൂറ്റാണ്ടിലെ ഒരു റോമൻ പുരോഹിതനായിരുന്നു വിശുദ്ധ യൂസേബിയൂസ് വെർസെല്ലി. സർദീനായിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം. തൻ്റെ ബാല്യത്തിൽ തന്നെ റോമിലെത്തിയ വിശുദ്ധൻ പിന്നീട് ജൂലിയസ് പാപ്പായുടെ കീഴിൽ അവിടുത്തെ റോമൻ കത്തോലിക്ക പുരോഹിത വൃന്ദത്തിലെ ഒരു അംഗമായി മാറി. പുരോഹിതന്മാർക്കിടയിൽ നവീകരണത്തിൻ്റെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുരോഹിതർ സഭാപരവും മതപരവുമായ നിയമങ്ങൾക്ക് വിധേയമായും പ്രവർത്തനങ്ങളിൽ മുഴുകിയും ജീവിക്കണം എന്ന പൗരോഹിത്യ നിയമങ്ങൾ സഭയിൽ സ്ഥാപിച്ചത് വിശുദ്ധ യൂസേബിയൂസ് ആണ്. കിഴക്കൻ രാജ്യങ്ങളിലുണ്ടായ ആശ്രമജീവിത സമ്പ്രദായത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയുടെ പ്രതിഫലനമായിരുന്നു ഈ പൗരോഹിത്യ നിയമങ്ങൾ. അദ്ദേഹത്തിൻ്റെ മാതൃക പാശ്ചാത്യ ലോകത്ത് മുഴുവൻ അനുകരിക്കപ്പെടുകയും അത് പൗരോഹിത്യ വൃന്ദങ്ങളിൽ നവോത്ഥാനത്തിന് കാരണമാവുകയും ചെയ്തു. 344 യൂസേബിയൂസ് വെർസെല്ലി രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായി. വിശുദ്ധൻ തൻ്റെ പുരോഹിതരെ കൂട്ടായ്മയുള്ള ഒരൊറ്റ സമൂഹമാക്കി ഐക്യപ്പെടുത്തി. ടൂറിൻ, എംബ്രൂൺ എന്നീ രൂപതകൾ സ്ഥാപിച്ചത് വിശുദ്ധനാണ്. 355 ലിബേരിയൂസ് പാപ്പായുടെ പ്രതിനിധി എന്ന നിലയിൽ വിശുദ്ധൻ മിലാൻ സുനഹദോസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സുനഹദോസാണ് ചക്രവർത്തിയുടെ ഭീഷണിക്ക് വിധേയനായ വിശുദ്ധ അത്താനിയൂസിനെ സംരക്ഷിക്കുവാനുള്ള തീരുമാനമെടുത്തത്. വിശുദ്ധ യൂസേബിയൂസിനോടും മറ്റുള്ള മെത്രാന്മാരോടും അത്താനിയൂസിനെ നിന്ദിക്കുവാൻ ചക്രവർത്തി ഉത്തരവിട്ടപ്പോൾ വിശുദ്ധൻ ആ ഉത്തരവ് നിരസിച്ചു. അതിന് പകരമായി നിസിനെ വിശ്വാസപ്രമാണ ഉടമ്പടിയിൽ ഒപ്പിടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചക്രവർത്തി വിശുദ്ധനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ തൻ്റെ നിലപാടിൽ വിശുദ്ധൻ ഉറച്ചു നിൽക്കുകയും സഭയുടെ കാര്യങ്ങളിൽ താൻ ഇടപെടുകയില്ലെന്ന് ധൈര്യസമേതം അറിയിക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ ചക്രവർത്തി യൂസേബിയൂസിനെ പലസ്തീനായിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അരിയൻ മതവിരുദ്ധവാദികൾ വിശുദ്ധനെ പല രീതിയിലും പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച വിശുദ്ധനെ ജൂലിയൻ ചക്രവർത്തി മോചിതനാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇറ്റലിയിൽ മടങ്ങിയെത്തിയ വിശുദ്ധൻ പോയിട്ടേഴ്സിലെ വിശുദ്ധ ഹിലരിയുമായി ചേർന്ന് മിലാനിലെ അരിയൻ സിദ്ധാന്തവാദിയായ മെത്രാനെ എതിർത്തു. തൻ്റെ ജനങ്ങളുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ വിശുദ്ധൻ വെർസെല്ലിയിൽ മടങ്ങിയെത്തി. അത്താനിയാസിയൻ പ്രമാണങ്ങളുടെ രചയിതാവ് വിശുദ്ധ യൂസേബിയൂസ് ആണെന്ന് നിരവധി പേർ വിശ്വസിച്ചു വരുന്നു. 371 ഓഗസ്റ്റ് 1 വിശുദ്ധൻ മരണപ്പെടുന്നത്. വിശുദ്ധൻ തൻ്റെ കൈകൊണ്ട് എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു പകർപ്പ് വെർസെല്ലിയിലെ കത്തീഡ്രലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അരിയൻ മതവിരുദ്ധതയെ എതിർക്കുന്നതിൽ വിശുദ്ധൻ കാണിച്ച ധൈര്യം അനേകർക്ക് വിശ്വാസവിരുദ്ധ നിലപാടുകളെ എതിർക്കുവാനുള്ള പ്രചോദനമാണ് ഇതുവഴി നൽകിയത്.